നമ്മുടെ രാജ്യത്ത് ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സി പി എമ്മിനെതിരായിട്ട് നിലപാടെടുക്കുന്ന പാർട്ടി ബി ജെ പി അല്ലേ? ബംഗാളിൽ ആരാ സി പി എമ്മിനെ ഇല്ലാതാക്കിയത്? ബി ജെ പി ആണ്. ത്രിപുരയിൽ ആരാണ് സി പി എമ്മിനെ തുടച്ചു നീക്കിയത്? ബി ജെ പി ആണ്. കോൺഗ്രസ് എവിടെയാ? കോൺഗ്രസ് ഇവരുമായിട്ട് സഖ്യത്തിലാണ്. കേരളത്തിൽ നടക്കുന്ന ഈ എതിർപ്പാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. സി പി എമ്മിൻ്റെ എതിരായിട്ട് കോൺഗ്രസ് നടത്തുന്നതും കോൺഗ്രസിനെതിരായിട്ട് സി പി എം നടത്തുന്നതും ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. അഡ്ജസ്റ്റ്മെൻ്റ് എന്താ? രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും തമ്മിൽ ധാരണയുണ്ട്. കേരളം നിങ്ങൾ ഭരിച്ചോളൂ, കേന്ദ്രത്തിൽ ഞങ്ങളെ പിന്തുണക്കുക. അതുകൊണ്ട് പാർലമെൻറ്റിലേക്ക് കുറച്ച് ആളുകളെ കോൺഗ്രസ്സുകാരെ പറഞ്ഞയക്കും. നിയമസഭയിൽ സി പി എമ്മിന് ഭരിക്കാനുള്ള സാഹചര്യം ഒരുക്കും. അതുകൊണ്ട് സി പി എമ്മിന് ഭരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു നേതൃത്വമേ കേരളത്തിൽ കോൺഗ്രസിനുണ്ടാവുള്ളൂ. സി പി എമ്മിനെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു നേതൃത്വം കേരളത്തിൽ കോൺഗ്രസിനുണ്ടാകാൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വവും അനുവദിക്കില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ബി ജെ പിയുടെ മുഖ്യ ശത്രു ആരാണ്? കോൺഗ്രസ് ആണോ സി പി എം? രണ്ടു കൂട്ടർ ഒന്നാണ്. അവർ ഇന്ത്യ മുന്നണിയല്ലേ? അത് പുറത്തല്ലേ? കേരളത്തിലും ഈ നടക്കുന്നത് മുഴുവൻ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് ഞാൻ പറയുന്നത്. ഈ പരസ്യമായിട്ടുള്ള ഏറ്റുമുട്ടൽ എന്ന് പറയുന്നുണ്ടല്ലോ, അത് അവരുടെ അണികളെ പിടിച്ചു നിർത്താനുള്ളൊരു വഴിയാണ്. അതല്ലെങ്കിൽ അവരുടെ അണികൾ ഒരു പാർട്ടിക്കാരൻ മറ്റേ പാർട്ടി പോവില്ലേ? പക്ഷെ കോലീബി സഖ്യത്തിന്റെ ഒരു കറ ഉള്ളത് സി പി എമ്മിനല്ല. അതൊക്കെ പഴയ കഥയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് കാലം എത്രയായി? ആ കോലീബി സഖ്യം എന്ന് പറയുന്നത് അന്നത്തെ കോൺഗ്രസും അന്നത്തെ ലീഗിൻ്റെ ചില ആളുകളും ഒക്കെ കൂടിയിട്ട് നടത്തിയ ഇതാണ്. ഭാരതീയ ജനതാ പാർട്ടി തന്നെ അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇപ്പോഴും മുഖ്യ ശത്രു ആരാണെന്ന് പറഞ്ഞില്ല. കോൺഗ്രസ് ആണ്. രണ്ടു കൂട്ടർ ഒന്നാണെന്ന് അവർ തന്നെ പറയുമ്പോൾ പിന്നെ ഞങ്ങൾ എന്തിനാ അതിൽ വേർതിരിവ് കാണണ്ടല്ലോ? അവർ പറയുന്നത് ഞങ്ങൾ ഒറ്റ മുന്നണിയാണെന്നാണ്. അവർ തമ്മിൽ ധാരണയാണ്. അവർ കേരളത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഞങ്ങൾ സഹകരണാത്മക പ്രതിപക്ഷമാണ്. ഞങ്ങൾ ഇവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിപക്ഷമല്ല. ഞങ്ങൾ സഹകരണാത്മക പ്രതിപക്ഷമാണെന്ന് അല്ലാതെ ഞങ്ങൾ ഇവരുടെ കൂടെയാണെന്ന് പരസ്യമായിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ സഹകരണാത്മക പ്രതിപക്ഷമാണെന്ന്. ഇപ്പോൾ മാസപ്പടി വിവാദത്തിൽ നിയമസഭയിൽ ഒരു ചർച്ച പോലും നടത്താതെ വി ഡി സതീശനും കൂട്ടരും എന്താ ഒഴിഞ്ഞു മാറിയത്? മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമായിരുന്നില്ലേ മാസപ്പടി പ്രശ്നം? ആ മാസപ്പടി പ്രശ്നത്തിൽ ചർച്ച മാത്യു കുഴൽനാടൻ സതീശൻ ഇല്ലാത്ത സമയത്ത് ഒന്ന് ഉന്നയിച്ചിട്ട് അവസാനം അതിന് ഒരു നാഥനില്ലാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ ആരാ അഡ്ജസ്റ്റ്മെൻറ്റ്? ഞങ്ങളല്ലല്ലോ.